ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 52 മുതൽ 54 വരെ. ഇന്നത്തെ കുറിവാക്യം 52 സങ്കീർത്തനം 8 വാക്യം. ഞാനോ ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. ഈ സങ്കീർത്തനം ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് എഴുതിയതാകാമെന്നാണ് കരുതുന്നത്. കാരണം 1 ശമൂവേൽ 21 അധ്യായത്തിൽ പറയുന്നതനുസരിച്ച് ശൗൽ രാജാവ് ദാവീദിനെ വധിക്കാൻ നിശ്ചയിച്ചതറിഞ്ഞ ദാവീദ് ശൗലിൻ്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയി ഒളിച്ചു പാർക്കുന്നു. ഇതിനിടയിൽ ദാവീദ് നോബിലെ പുരോഹിതനായ അഹിമേലെക്കിൻ്റെ അടുക്കൽ ചെല്ലുകയും ആഹാരം അന്വേഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പുരോഹിതൻ കാഴ്ചയപ്പമെടുത്ത് ദാവീദിന് നൽകുകയും ഫെലിസ്ത്യ മല്ലനെ ദാവീദ് കൊന്ന വാളെടുത്ത് നൽകുകയും ചെയ്യുന്നു. ഈ വിവരം ശൗലിൻ്റെ ഭൃത്യനായ ദോവേഗ് അറിയുകയും അത് ശൗൽ രാജാവിനെ അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ശൗൽ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ദോവേഗ് യഹോവയുടെ 85 പുരോഹിതന്മാരെ, അതായത് ഏഫോദ് ധരിച്ച 85 പുരോഹിതന്മാരെ വെട്ടിക്കൊന്നു. ഈ അവസരത്തിൽ ദാവീദ് രചിച്ച സങ്കീർത്തനമാണ് ഇത്. ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള ചെറിയ ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ദുഷ്ടന് ശിക്ഷാവിധി ഉറപ്പാണ്. ദുഷ്ടന് വന്നു ഭവിക്കുന്ന ശിക്ഷാവിധികൾ നീതിമാന്മാർ കാണുകയാണ് എന്ന് ഇവിടെ പറയുന്നു. വീരനെന്ന് പേർ വിളിക്കപ്പെട്ടവൻ തൻ്റെ ശക്തി കണ്ടെത്തുന്നത് മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിലൂടെയാണ്. എന്നാൽ ആ മാർഗം ഫലശൂന്യമാണെന്ന് ഒരു യഥാർത്ഥ ഭക്തന് അറിയാം. അതിനാൽ ഭക്തൻ തൻ്റെ ബലം കണ്ടെത്തുന്നത് ദൈവാശ്രയത്തിൽ തന്നെയാണ്. ജീവിത സാഫല്യത്തിൻ്റെ മാർഗം എന്താണ്? മറ്റുള്ളവരെ നശിപ്പിച്ചും നുണപ്രചരണം നടത്തിയും ഒരുവന് സമൂഹത്തിൽ ഉന്നതനാകുവാനായിട്ട് സാധിക്കുമോ? ഒരുപക്ഷെ അങ്ങനെയുള്ളവർക്ക് സമ്പത്തും ആൾബലവും ധാരാളം ഉണ്ടായേക്കാം. എന്നാൽ പീഡിതൻ്റെ അഭയസ്ഥാനം എന്ന് പറയുന്നത് അത് ദൈവമാണ്. അവൻ്റെ ഹൃദയവേദന കാണുന്ന ദൈവം, അവനെ മാനിക്കുന്ന ദൈവം ദുഷ്ടന് ശിക്ഷാവിധി നൽകും എന്നതിന് തർക്കമില്ല. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നീതിമാൻ ഒലിവ് വൃക്ഷം പോലെ തഴയ്ക്കും എന്നതാണ്. തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ നീതിമാൻ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് നാം ഇവിടെ കാണുന്നു. അത് സാധിക്കുന്നത് ദൈവാലയവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവാലയം ദൈവ സാന്നിധ്യം ഉറപ്പാക്കുന്ന ഇടമാണ്. അവിടെ ദൈവത്തിൻ്റെ ദയയിൽ ആശ്രയിക്കുക, ദൈവം നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം ചെയ്യുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇവ സാധ്യമാകുമ്പോഴാണ് ഒരുവൻ്റെ ജീവിതം അഥവാ നീതിമാൻ്റെ ജീവിതം തഴയ്ക്കുന്ന അനുഭവത്തിൽ എത്തുന്നത്. ഇത്തരത്തിൽ നീതിമാന്മാർക്ക് ലഭിക്കുന്ന നന്മ അനുഭവിക്കുവാൻ നമുക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലിവ് വൃക്ഷം പോലെ ശോഭിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വിദ്വേഷമുള്ളിടത്ത് സ്നേഹത്തിൻ്റെ വാഹകരാകുവാനും ജീവനെ ഹനിക്കുന്നയിടത്ത് ജീവൻ പരിപോഷിപ്പിക്കുന്നവരാകുവാനും അവിടുത്തെ വിശുദ്ധിയിൽ തഴച്ചു വളരുവാനും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.